പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഒരു നിർദ്ദേശം മുസ്ലിം സമൂഹത്തിന് അഥവാ ഉത്തമ നൂറ്റാണ്ടിലെ ഉത്തമ സമൂഹത്തിന് കൊടുക്കാനുണ്ടായിരുന്നുവെങ്കിൽ പ്രവാചക തിരുമേനി അവിടെ നിർദ്ദേശം കൊടുക്കുമായിരുന്നു. നിങ്ങൾ എന്തിന് തർക്കിക്കണം, നിങ്ങൾ എന്തിന് കലഹിക്കണം, നിങ്ങൾ എന്തിന് രക്തം ചൊരിയണം, നിങ്ങൾ എന്തിന് സംഘർഷം ഉണ്ടാക്കണം, ഇതാ ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് ഭരണാധികാരിയാവേണ്ടത് എന്ന് പറയാനോ ആരുടെയെങ്കിലും കനവിലോ നിലവിലോ കടന്നു വരുവാനോ പ്രവാചക തിരുമേനിക്ക് സാധിച്ചില്ല. ഒരാളും തങ്ങളുടെ കനവിലും കണ്ടില്ല, നിലവിലും കണ്ടില്ല പ്രവാചകരെ. കുറച്ചുകൂടി മുന്നോട്ട് പോയി മൂന്നാം ഖലീഫ രംഗത്ത് വരുന്നു. പ്രവാചകരുടെ 2 പെൺകുട്ടികളെ ഒരാളുടെ മരണശേഷം മറ്റൊരാളി എന്ന രൂപത്തിൽ വിവാഹം കഴിച്ച് ദുന്നൂറൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരിൽ 3-ാം സ്ഥാനത്തുള്ള 3-ാം ഖലീഫയായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ചില ആളുകളെ പോലെ 10-18 ആരോപണങ്ങൾ കെട്ടിയുണ്ടാക്കി അസത്യങ്ങളും അർദ്ധസത്യങ്ങളും പ്രചരിപ്പിച്ച് ആ ഖലീഫക്കെതിരെ വാളോങ്ങുവാൻ മുസ്ലിം സമൂഹത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം. ആത്മാർത്ഥതയുള്ള സൽവൃത്തരായ നല്ലവരായ വിശ്വാസികൾ ഏറെ പ്രയാസപ്പെട്ട ഘട്ടം. എന്താണ് ശരി, എന്താണ് തെറ്റ്, ഏതാണ് നേര്, ഏതാണ് നെറി അറിയാത്തൊരു ഘട്ടം. അന്ന് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കോ ആരോപണങ്ങൾ കേട്ട് അതിൽ വിശ്വസിക്കുന്ന നിഷ്കളങ്കരായിരിക്കുന്ന ആളുകൾക്കോ ഇതിലൊന്നും പെടാതെ മാറി നിൽക്കുന്നവർക്കോ പ്രവാചക തിരുമേനിയുടെ ഒരു സ്വപ്ന ദർശനം ഉണ്ടായില്ല. പ്രവാചകർ നിർദ്ദേശം കൊടുക്കുകയാണെങ്കിൽ കൊടുക്കേണ്ടിയിരുന്ന ഏറ്റവും പ്രധാന ഘട്ടം, കാരണം ഉത്തമ നൂറ്റാണ്ട് ഉത്തമ സമൂഹം അവർക്കിടയിലാണ് ഒരിക്കലും അംഗീകരിക്കുവാൻ സാധിക്കാത്ത അപശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങൾ തന്നെയാണല്ലോ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊലപ്പെടുത്തിയത്. ആ കൊലപ്പെടുത്തുവാൻ ഇറങ്ങിയിരിക്കുന്ന ആളുകളുടെ മനസ്സിലും അവരുടെ സ്വപ്നത്തിലും പ്രവാചകരെ പ്രത്യക്ഷപ്പെട്ടില്ല. കൊല്ലപ്പെട്ടു. ഒരു ഭാഗത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആളുകളുടെ സപ്പോർട്ടോടുകൂടി ഭരണമേറ്റെടുക്കുമ്പോ, മറുഭാഗത്ത് മറ്റു ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുക്കുമ്പോ, മുസ്ലിം സമൂഹത്തിലെ 1-ാമത്തെ നൂറ്റാണ്ടിലെ ഉത്തമ സമൂഹത്തിനിടയിൽ അധികാര തർക്കം കടന്നു വരുമ്പോ പ്രവാചകർ അലി റളിയല്ലാഹു അൻഹുവിന്റെയോ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെയോ സ്വപ്നത്തിൽ കടന്നു വന്നില്ല, നിർദ്ദേശം കൊടുത്തില്ല. ആരോടും പിൻവലിയുവാനോ ഇന്നയാളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുവാനോ പ്രവാചകർ വന്നില്ല. കുറച്ചുകൂടി പോകുമ്പോ ഷിയാക്കൾ വരുന്നു, സുന്നികൾ വരുന്നു, ഖവാരിജികൾ വരുന്നു. ആരുടെയും സ്വപ്നത്തിൽ പ്രവാചകർ കടന്നു വരുന്നില്ല. ജമൽ സിഫീൻ യുദ്ധം നടക്കുന്നു. സ്വഹാബികൾ ആരുടെയും മനസ്സിൽ പ്രവാചക തിരുമേനി കടന്നു വരുന്നില്ല. ഒരു ഭാഗത്ത് അലി ഇബ്നു അബീ ത്വാലിബ് എന്ന പ്രവാചകരുടെ മകളുടെ ഭർത്താവായ 4-ാം ഖലീഫ, മറുഭാഗത്ത് അതേ പ്രവാചകരുടെ പ്രിയ പത്നിയായ ഉമ്മഹാത്തുൽ മുഅ്മിനീകളിൽ ഒരുപാട് കാലം ജീവിച്ചിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹ. 2 ഭാഗങ്ങളിലായി അവർ നിൽക്കുന്ന ഒരു ഘട്ടം ചരിത്രം വായിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. അവിടെ തന്റെ പ്രിയതമ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മനോമുകുരത്തിൽ പ്രവാചക തിരുമേനി സ്വപ്നത്തിൽ പോലും കടന്നു വരുന്നില്ല. തന്റെ പ്രിയപ്പെട്ട പുതിയ ആപ്പിള അലി ഇബ്നു അബീ ത്വാലിബിന്റെ മനസ്സിലും സ്വപ്നത്തിൽ പോലും പ്രവാചകർ പ്രത്യക്ഷപ്പെടുന്നില്ല. എന്നിട്ട് അപ്പോഴൊന്നുമില്ലാത്ത ചില സ്വപ്നം 14 നൂറ്റാണ്ട് കഴിഞ്ഞ് ഇന്ന് ഏതോ ഒരു ഖദ്റജ്കാരൻ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നവന്റെ മനസ്സിൽ സ്വപ്നത്തിലൂടെ കടന്നു വന്നുവെന്നും അതുവഴി നമ്മുടെ ഉസ്താദിന്റെ കയ്യിൽ ഇത് ഏൽപ്പിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നുവെന്നും അതിന്റെ ഭാഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഈ മുടിക്ക് വലിയ സനതുണ്ട് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്ന ആളുകൾ ആരെയാണ് വിഡ്ഢികളാക്കുന്നത്? ആരെയാണ് അവർ വിഡ്ഢീകരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് അത്ര നിസ്സാര സംഗതിയല്ല. പിന്നെ ഇത് കുറച്ചുകൂടി താഴോട്ട് പോയാൽ ഈ മുടിന്റെ അവസ്ഥ എന്താ? ഇന്റർനെറ്റില് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ശരിയെങ്കിൽ ന്യായമായി സംശയിക്കട്ടെ, ഇത് ആണിന്റെ മുടി തന്നെയാണോ അതന്നെ പെണ്ണിന്റെ മുടിയാണോ? അത് പറയേണ്ടതുണ്ട്. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ മുടി എന്ന പേരിൽ ഈ സംഗതി കൊണ്ടുവരുമ്പോൾ തന്നെ നെറ്റിലൊക്കെ കാണുന്ന മുടിയുടെ വലിപ്പം ഇതാണ്. ഒരു മുടിയൊന്നല്ല, ഒരു കോമ്പല മുടിയാ. ഒരു കോമ്പല മുടിയാണ്. എന്താ അർത്ഥം? കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിലെ ചില പത്രങ്ങളിൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. കേരളത്തിൽ അറിയപ്പെട്ട ഒരു സിനിമാ നടി, ഇപ്പോ ഡൈവോഴ്സിന് നോട്ടീസ് കൊടുത്തിരിക്കുന്ന ഒരു സിനിമാ നടി തന്റെ മുടി
ഏതാണ്ട് സിംഹഭാഗവും മുറിച്ചു കൊടുത്തത് കോടികൾ വാങ്ങിയിട്ടാണ് എന്ന്. ആ മുടിക്കെട്ടെങ്ങാനോ ആണോ ഇപ്പോൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ധാരമുടിയാ. പണ്ട് ഒരാൾക്ക് ഉസ്താദാകണമെങ്കിൽ, ആലിമാകണമെങ്കിൽ, വലിയാകണമെങ്കിൽ സൂര്യൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഉദിച്ചാൽ തലേന്ന് വേറെ സൂര്യൻ അങ്ങോട്ട് ഉദിക്കണം എന്ന് പറഞ്ഞാൽ അത്രയും ആഴ്ചതോറും മുട്ടയടിച്ച് അങ്ങനെയാണ് വരുന്നത്. ആ കാലഘട്ടങ്ങളിൽ ഞങ്ങളൊക്കെ പഠിപ്പിച്ചിരിക്കുന്ന ചില ഉസ്താദുമാർ പറഞ്ഞ ചില വാചകങ്ങൾ ഓർക്കട്ടെ. അന്നെന്താ പറഞ്ഞത്? പ്രവാചക തിരുമേനി ആഴ്ചതോറും മുടി മുട്ടയടിക്കുന്ന ആളായിരുന്നു. അന്ന് പറഞ്ഞത് ശരിയാണെങ്കിൽ 1/2 ഇഞ്ച് പോലും വലിപ്പമുണ്ടാകുവാൻ സാധ്യതയില്ലാത്ത മുടിയാണ് പ്രവാചകർക്ക് ഉണ്ടാവേണ്ടത്. ഇവിടെയോ 1/2 മീറ്ററിലേറെ വലിപ്പമുള്ള മുടിയ കയ്യിലുള്ളത്. വിശ്വസിക്കണമല്ലോ. അള്ളാന്റെ പ്രവാചകരുടെ മുടി തന്നെയാണത്, വിശ്വസിക്കണം. ഞാനതുകൊണ്ടാണ് പറഞ്ഞത് ഈ മുടി ആരുടേതാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്നാൽ പ്രവാചകരുടെ മലവും മൂത്രവും നജസല്ലാത്ത ആളുകൾക്ക് അതൊക്കെ ലയിച്ചു പോയിരിക്കുന്ന ആ മണ്ണെടുത്തുകൊണ്ട് വന്ന് അത് കലക്കി കുടിക്കുവാൻ അവസരം കിട്ടുമെങ്കിൽ അതായിരുന്നു ഇതിനേക്കാൾ ഭൂഷണമെന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. ഇത് സംരക്ഷിക്കുവാനാണ് ഈ ആളുകൾ ഇപ്പോൾ പുതിയ പുതിയ മാർഗങ്ങൾ ഉണ്ടാക്കി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ആലോചിക്കുക. തീർന്നില്ല. ഇത് എന്താ ഇതിന്റെ അവസ്ഥ? ഇപ്പോ ഇതിന് 40 കോടിയാണ് ഇത് സംരക്ഷിക്കുവാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഭവനത്തിനുള്ള ചിലവ്. ആരുടെ 40 കോടി? അവനവന്റേതല്ല, സ്വന്തത്തിന്റേതല്ല. അല്ലാഹു ഖുർആനിൽ പറഞ്ഞൊരു സ്വർഗം, ഒരു കച്ചവടമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും. നരകത്തിന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള ഏറ്റവും വലിയ കച്ചവടത്തിന് ഇറക്കേണ്ട മുതൽ, ഒന്നാമത്തെ മുതൽ അവനവന്റേതായിരിക്കണം എന്ന് അല്ലാഹു പറഞ്ഞത്. ആരാന്റെ പോക്കറ്റിലെ പണം കണ്ട് 40 കോടി പിരിക്കാൻ അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. 40 കോടി കിട്ടാൻ 40 ലക്ഷം ആളുകളിൽ നിന്ന് 100 രൂപ വീതം വാങ്ങിയാൽ മതിയല്ലോ, എളുപ്പമുണ്ട് കച്ചവടം. പക്ഷേ ഇതെന്തിന്? കേവലം ഒരു മുടി സംരക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണെന്ന് കരുതേണ്ടതില്ല. മുടിയിലൂടെ മഹാനായി വന്നിരിക്കുന്ന ആളുകൾക്ക് അന്ത്യവിശ്രമം കൊള്ളുവാനും അവിടെ തന്നെ ഇടമൊരുക്കേണ്ടി വരികയില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, ലാ തഖുമു സഅ ഹത്താ തഅബുദ ഖബായിലും മിൻ ഉമ്മത്തി അൽ ഔസാൻ. എന്റെ ഉമ്മത്തിലെ ചില വിഭാഗങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുവോളം ലോകാവസാനം സംഭവിക്കുകയില്ല എന്ന്. എന്റെ ഉമ്മത്തിലെ ചില വിഭാഗങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കാതെ ലോകം അവസാനിക്കില്ല എന്ന്. എന്നിട്ട് പ്രവാചകൻ പിന്നെ പറയുന്നെന്താ, പ്രാർത്ഥിക്കുന്നെന്താ? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. പടച്ചോനെ, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റരുതേ. 2 സ്ഥലത്തും ഉപയോഗിച്ച പദം, വിഗ്രഹത്തിന് ഉപയോഗിച്ച പദം വസൻ വസൻ വസൻ. മുസ്ലിം സമൂഹത്തിൽ വരാനിരിക്കുന്ന വിഗ്രഹ പൂജ നിർത്തിവെച്ചതോ ഇരുത്തിവെച്ചതോ ആയിരിക്കുന്ന വിഗ്രഹമാവണമെന്നില്ല, കിടത്തിവെച്ച വിഗ്രഹങ്ങളായിരിക്കുമെന്ന സൂചനയാണ് പ്രവാചക തിരുമേനി സമൂഹത്തിന് കൊടുത്തത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ഒരുപാട് വിഗ്രഹങ്ങൾ പൂജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ഒട്ടും വൈകാതെ ഏറ്റവും വലിയൊരു വിഗ്രഹം, ഇന്ത്യയിലെ അല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിഗ്രഹ പൂജാ കേന്ദ്രമായി 40 കോടിയുടെ പള്ളി എന്ന് പറയപ്പെടുന്ന ആലയം മാറില്ല എന്ന് പറയാൻ എന്തു ന്യായം? അവിടേക്കാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഖുർആന്റെ ആയത്ത് വായിച്ചു നോക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസ് ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. സത്യവിശ്വാസികളെ ഓർത്തോളി, ആലോചിച്ചോളി, കരുതിക്കോളെന്ന് അല്ലാഹു പറഞ്ഞത്. എന്താ കരുതേണ്ടത്? ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസ് ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. കുറച്ച് പണ്ഡിതന്മാർക്ക് എന്തൊക്കെ തകരാറുണ്ട് എന്നല്ല അല്ലാഹു പറഞ്ഞത്. ഭൂരിപക്ഷം പണ്ഡിതന്മാരും, അധിക പണ്ഡിതന്മാരും പുരോഹിതന്മാരും മനുഷ്യരുടെ സമ്പത്ത് അവിഹിതമായി തിന്നുകയും അവരെ വഴിപിഴപ്പിക്കുകയും ചെയ്യുന്നു എന്നാ ഖുർആൻ പറഞ്ഞത്. ഇത് ജൂതക്രിസ്ത്യാനികളായ പണ്ഡിതന്മാരെ കുറിച്ച് മാത്രമാണ് എന്ന് വിചാരിക്കേണ്ടതില്ല. പണ്ഡിതന്മാരെന്നേ പറഞ്ഞിട്ടുള്ളൂ, പുരോഹിതന്മാരെ എന്നേ പറഞ്ഞിട്ടുള്ളൂ.
അധിക പണ്ഡിതന്മാരും അധിക പുരോഹിതന്മാരും ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും അവരെ വടികേടിലാക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദീനും ദുനിയാവും നഷ്ടപ്പെടുത്തുന്നു, ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തുന്നു. അങ്ങനെയുള്ള പണ്ഡിതന്മാരെ പുരോഹിതന്മാരെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് ആണ് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെട്ടത് എങ്കിൽ ആ ആയത്ത് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു പക്ഷേ ഇന്നത്തെ ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് ഈ കേശപൂജയുമായി നടക്കുന്ന ആളുകളിലൂടെ മുസ്ലിം സമൂഹത്തിന് കാണുവാൻ സാധിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കേണ്ടതില്ലേ? ഇതിനോട് പുറംതിരിഞ്ഞിരിക്കേണ്ടതുണ്ടോ? കാണാത്ത ഭാവം നടിക്കേണ്ടതുണ്ടോ? ഇസ്ലാമിനെ സമഗ്രമായി സമ്പൂർണമായി അവതരിപ്പിക്കുവാൻ രംഗത്ത് വന്നിരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ പ്രസിദ്ധീകരണാലയത്തിലേക്ക് ഇതു സംബന്ധമായ ഒരു കുറിപ്പ് കൊടുക്കുമ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നവർക്ക് ഇതിൽ ഇടപെടാൻ കഴിയില്ല. കാരണം അവരുടെ സമഗ്രതയിൽ രാഷ്ട്രീയത്തിനപ്പുറം മറ്റൊന്നും ഉണ്ടാവുകയില്ല. ഇസ്ലാമിനെ മൊത്തം വിറ്റ് കാശാക്കിയാലും ആത്മീയ വാണിഭം ഇവിടെ നാട് മുഴുവനും കുട്ടിച്ചോറാക്കിയാലും അന്ധവിശ്വാസങ്ങളുടെ ഊരാക്കുടുക്കുകളിൽ മുസ്ലിം സമൂഹമല്ല എല്ലാ സമൂഹങ്ങളും അതിലിങ്ങനെ വരിഞ്ഞു മുറുക്കപ്പെട്ടാലും തങ്ങളുടെ സമഗ്രതയിൽ ഒരിക്കലും കടന്നു വരാത്ത മതരംഗത്തെ വിഷയങ്ങളുണ്ടല്ലോ, അതുതന്നെയാണ് തങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു കുറിപ്പ് പോലും രേഖപ്പെടുത്തുവാൻ കഴിയാത്ത വിധം കാര്യം മാറിയത്. ഇത് പറയാൻ ഞങ്ങൾ തന്നെ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു. വേറെ ആർക്കും വരാൻ കഴിയില്ല, വേറെ ആർക്കും വരാൻ കഴിയില്ല. ഈ മലപ്പുറം ജില്ലയിൽ, ഈ കേരളക്കരയിൽ, ഈ മുസ്ലിം കേരളത്തിൽ ഒരുപാട് സംഘടനകൾ, ഒരുപാട് പ്രസ്ഥാനങ്ങൾ, ഒരുപാട് പാർട്ടികൾ, ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടല്ലോ. ആർക്കും ഇത്തരം വിഷയത്തിൽ സംസാരിക്കുവാനും സമൂഹത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുവാനും സാധിക്കില്ല. എന്തുകൊണ്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ സമൂഹത്തിന്റെ അന്നം തിന്ന് കഴിഞ്ഞുകൂടുന്നവർക്ക് അത് കഴിയില്ല എന്ന് തന്നെയാണ്. ഇവരെ പിഴിഞ്ഞ് മുന്നോട്ട് പോവുക. മുജാഹിദ് പ്രസ്ഥാനം ഈ വിഷയം മുന്നോട്ട് വെക്കുമ്പോ അവരെ കുറിച്ച് പുരോഹിതന്മാർ മനസ്സിലാക്കുന്നു, ഞങ്ങളുടെ അന്നം മുടക്കുകളാണ് ഇവർ എന്ന്. അതുകൊണ്ട് അവരെ മുടക്കാനുള്ള പണികൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എഴുതിയല്ലോ, ഇന്നവന്റെ കൈവെട്ടിയവൻ മറ്റവന്റെ തലവെട്ടുമോ. കൈവെട്ടിയവരോടും തലവെട്ടാൻ ആഹ്വാനം ചെയ്യുന്നവരോടും ഞങ്ങളുടെ നിലപാട് ഒന്ന് തന്നെയാണ്. മതം അത് അനുവദിച്ചിട്ടില്ല. ആരുടെയും കയ്യിൽ ആയുധം കൊടുത്തിട്ടില്ല, ആയുധം ഉപയോഗിക്കുവാൻ അധികാരവും കൊടുത്തിട്ടില്ല. അത് കൊടുക്കാത്ത കാലത്തോളം കൈവെട്ടാനും തലവെട്ടാനും ഇറങ്ങിയാൽ ആരാണെങ്കിലും അത് പ്രതിഷേധത്തിന് അർഹമാണ്. അത് അപലപിക്കേണ്ട കാര്യമാണ്. അതിനെ ആ തലത്തിൽ തള്ളിക്കളയേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം ഇത് പറയൽ അവസാനിപ്പിക്കില്ല. ഇതിന്ന് പിന്നോട്ട് പോവില്ല. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അധാർമികതയും എവിടെയെല്ലാം നിലനിൽക്കുവോ അവിടെയെല്ലാം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒന്നാമത്തെയും ഒരുപക്ഷെ ഒടുക്കത്തെയും അജണ്ട അതിനെതിരെയുള്ള സമരം തന്നെയായിരിക്കും. അതിൽ നിന്ന് ഒരടി പിന്നോട്ട് വെക്കുവാൻ ഈ പ്രസ്ഥാനത്തിന് കഴിയില്ല. ഇനി ഇതോട് ചേർത്ത് വെച്ച ചില കാര്യങ്ങൾ കൂടി പറയട്ടെ. യാഥാസ്ഥിക വിഭാഗം ഈ മുടിക്കച്ചവടവുമായി മുന്നോട്ട് പോകുമ്പോൾ അവർ ജനങ്ങളെ കുടിപ്പിക്കുന്നതും കുളിക്കാൻ കൊടുക്കുന്നതും കേവലം ഒരു മുടി കഴുകിയ വെള്ളമാണ്. മുടി ഒരു വട്ടം കഴുകിയാൽ തന്നെ വല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കൊള്ളും. പിന്നെ അത് എത്ര കാലം വെള്ളത്തിലിട്ടാലും മുടിക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ വെള്ളത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആ മുടിയാണ് അവർ കുളിക്കാനും കുടിക്കാനും ഒക്കെ കൊടുക്കുന്നത്. എന്നാൽ യാഥാസ്ഥികരെയും തള്ളിപ്പറയുവാൻ രംഗത്ത് വരുന്ന നവയാഥാസ്ഥികർ മുടി കഴുകിയ വെള്ളമല്ല, ഉടലോടെ കഴുകിയ വെള്ളമാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോട്ടീസ് ഉണ്ട്. നോട്ടീസിന് 3 ആളെ പേരുണ്ട്. ഹെഡിങ് എന്താ? സലഫി ആദർശ വിശദീകരണം. മനസ്സിലാവുമല്ലോ അല്ലേ? 3 ആളെ പേര് നോട്ടീസില്. പക്ഷെ ഹെഡിങ് വായിച്ചാൽ മനസ്സിലാകും ആരായിന്റെ ആളുന്നത്. ഇത് മനസ്സിലാക്കാൻ മാത്രമുള്ള ആവറേജ് ബുദ്ധി അതിലെ ഒന്നാമത്തെ പേരുള്ള ആള് പറഞ്ഞതുപോലെ മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ട്. അത് മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അതിനെ ശബ്ദിക്കാൻ എന്തു ന്യായം, എന്തു അർഹത, ധാർമ്മികമായ എന്ത് അവകാശമാണ് അത്തരം ആളുകൾക്കുള്ളത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ ഇടക്കാലത്ത് ഇവിടെ നോട്ടീസ് ഇറങ്ങിയിരുന്നല്ലോ. എന്താണ്? അറിവ് സമാധാനത്തിന്. എവിടെ പോയി മുസ്ലിം സമൂഹത്തിന്റെ സമാധാനം? ആരെ കവർന്നെടുത്തത്? എന്താ ഇപ്പോൾ ഒരു അസമാധാനം? ഇടക്കാലത്ത് എന്താ ഈ സമൂഹത്തിലെ സമാധാനം ആര് കൊണ്ടുപോയി? ആരും കൊണ്ടുപോയതല്ല.
നമ്മുടെ ചില പുതിയ മുഹദ്ദിസുകൾ, പുതിയ മുഫസ്സിറുകൾ, പുതിയ ചില അവതാരങ്ങൾ, അവർ രംഗത്ത് കൊണ്ടുവന്നിരിക്കുന്ന കുറെ പുതിയ ഇൽമുണ്ടല്ലോ, പുതിയ അറിവുകൾ, മനുഷ്യന്റെ ഉറക്കം കെടുത്തുന്ന, സമാധാനം കെടുത്തുന്ന, അവന്റെ നിർഭയത്വം കെടുത്തുന്ന കുറെ അറിവുകൾ, അത് കണ്ട് വിഷമിച്ച് ബേജാറായി എന്തു ചെയ്യണമെന്നറിയാതിരിക്കുന്ന ആളുകൾ എവിടെയോ ആലോചിച്ചപ്പോൾ കിട്ടിയതാ. നേരായ അറിവ് സ്വീകരിക്കണം, എന്നാലേ സമാധാനം ഉണ്ടാകൂ. നമ്മൾ കരുതി അതിലൂടെയെങ്കിലും സമാധാനം ഉണ്ടാകൂ. കാണുന്നതിന് മുഴുവനും സംശയം. ഇവിടെ നിന്ന് സംസാരിക്കുമ്പോ ഈ ഇരിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ നമുക്കൊരു ബേജാറില്ല, വെപ്രാളമില്ല, പേടിയില്ല. കാരണം പച്ചയായ മനുഷ്യന്മാരെ മുമ്പിൽ ഇരിക്കുന്നത്. നാളെ സ്റ്റേജിൽ കയറി സംസാരിക്കുന്ന ആളുകളിൽ പലർക്കും മുമ്പിലിരിക്കുന്ന മനുഷ്യന്മാർ തന്നെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതാ പറഞ്ഞു. ഉറപ്പില്ലല്ലോ, ആളുകളെ കണ്ട ഉറപ്പില്ല. ഇത് മനുഷ്യനാണോ വേറെ വല്ല ജീവിയാണോ? സ്വന്തം ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും കുടുംബത്തെയും കണ്ടാൽ അറിയാത്ത അവസ്ഥ, പൂച്ചയെയും പട്ടിയെയും പാമ്പിനെയും പല്ലിയെയും ഭയപ്പെടുന്ന അവസ്ഥ, ഒരു ചെറിയ കരിക്കിന്റെ കഷ്ടത്തിൽ ആരെങ്കിലും വല്ലതും കുറിച്ചു വെച്ചാൽ അതിനെ ഭയപ്പെടുന്ന അവസ്ഥ, വാഴയിലെയും പാലമരത്തെയും നെലിക്കതിരിനെയും കോഴിമുട്ടയെയും ഭയപ്പെടുന്ന, കുറ്റിച്ചൂലിനെ പോലും ഭയപ്പെടുന്ന അവസ്ഥ ആരുണ്ടാക്കി? മൂസാ സുലൈ സൂചിപ്പിച്ചു, നാം അടിച്ചോടിച്ചിരിക്കുന്ന ഒടിയനും ഗുളികനും കുട്ടിച്ചാത്തനും കരിങ്കുട്ടിയും ചേക്കുട്ടിപ്പാപ്പയും സകലമാന മൂർത്തികളും ജിന്നിന്റെ പിശാചിന്റെ പേര് പറഞ്ഞ് രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ അനന്തരഫലം എന്താ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാറ്റന്റ് അവകാശപ്പെട്ട രംഗത്ത് വരുന്ന ആളുകൾക്ക് ആ പ്രസ്ഥാനത്തിന്റെ പേരിൽ ഒരു ആദർശ സംവാദത്തിന് പോലും അവസരമില്ലാത്ത വിധം തകർന്നടിഞ്ഞു, മുഖം കുത്തി വീണു. ഏറ്റവും അവസാനം കഴിഞ്ഞ ചക്കരപ്പറമ്പിലെയും മട്ടാഞ്ചേരിയിലെയും സംവാദമെന്ന് ഞാൻ പറയുന്നില്ല, സംവാദത്തിന്റെ വ്യവസ്ഥ പോലും പൂർത്തീകരിക്കാൻ കഴിയാതെ പോയത് എന്തിന്റെ പേരില? വിശുദ്ധ ഖുർആൻ ആയത്തോതിയിട്ട് മുജാഹിദ് പണ്ഡിതന്മാർ ഈ സമൂഹത്തെ, മുൻകാല മുഫസ്സിറുകളെ ഉദ്ധരിച്ച് പറഞ്ഞു, പ്രാർത്ഥന കേൾക്കാത്ത, ഉത്തരം ചെയ്യാത്ത, അശ്രദ്ധരായി കഴിഞ്ഞുകൂടുന്നവർ ആരൊക്കെയാ? 1 മലക്കുകൾ, 2 ജിന്നുകൾ, 3 പിശാചുക്കൾ, 4 പ്രവാചകന്മാർ, 5 ഔലിയാക്കന്മാർ. അവസാനം പറഞ്ഞത് വിഗ്രഹങ്ങളും പ്രതിമകളും പ്രതിഷ്ഠകളുമെല്ലാം. ഈ ആയത്ത് ആർക്കൊക്കെയാ ബാധകം? നമ്മൾ മുമ്പ് കരുതി ഈ ആയത്ത് ബാധകമാകുന്നത് വിഗ്രഹങ്ങളെയും പ്രതിമകളെയും പ്രതിഷ്ഠകളെയും പൂജിക്കുന്നവർക്ക് മാത്രമാണ് എന്ന് മനസ്സിലാക്കിയ കുറച്ച് ആൾക്കാർ. വേറെ കുറച്ച് ആളുകൾ മനസ്സിലാക്കിയത് ഇത് അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും കുറിച്ച് മാത്രം പറഞ്ഞതാണ് എന്ന. എന്നാൽ കുറച്ചുകൂടി മനസ്സിലാക്കിയവരുണ്ടായിരുന്നു, മലക്കുകളെയും ജിന്നുകളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആയത്ത് എന്ന്. ഇപ്പോ അത് വെട്ടി, അവിടുന്ന് മാറി. ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون എന്ന ആയത്ത് ഓതുമ്പോ മലക്കിനെ വിളിച്ചാലും ജിന്നിനെ വിളിച്ചാലും ശൈത്വാനെ വിളിച്ചാലും പ്രവാചകരെ വിളിച്ചാലും വലിയുകളെ വിളിച്ചാലും കല്ലിനെയും മരത്തെയും വിളിച്ചാലും ഫലം ഒന്നു തന്നെയാണ്, ഉത്തരമില്ല, കേൾക്കില്ല, അവർ അശ്രദ്ധരാണ് എന്ന് ഒരു നൂറ്റാണ്ടുകാലം കേരളത്തിലെ സമൂഹത്തിന്റെ മുമ്പിൽ ഉറക്കെ ശബ്ദിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പേരിൽ രംഗത്ത് വരുന്ന ആളുകളോട് യാഥാസ്ഥികർ തിരിഞ്ഞു നിന്ന് ചോദിക്കുന്നു, ഔലിയാക്കന്മാരെ വിളിച്ചു തേടിയാൽ, അമ്പിയാക്കന്മാരെ വിളിച്ചു സഹായം തേടിയാൽ അത് ശിർക്കാണ് എന്ന് ഉറക്കെ പറയുന്ന നിങ്ങൾക്ക് മലക്കുകളോട് സഹായം തേടിയാൽ, ജിന്നുകളോട് സഹായം തേടിയാൽ അത് ശിർക്കാണെന്ന് പറയുവാൻ ധൈര്യമുണ്ടോ, തന്റെ ഇടമുണ്ടോ, കേൾപ്പുണ്ടോ, കരുത്തുണ്ടോ എന്ന് ആവർത്തിച്ച് 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 ചോദിച്ചിട്ട് ഉത്തരം പറയാൻ കഴിയാതെ മുട്ടിമടക്കി കടലാസ് മടക്കി വെച്ച് തിരിച്ചു പോകേണ്ട ഗതികേട് മുജാഹിദ് പ്രസ്ഥാനത്തിന് മുമ്പുണ്ടായിട്ടില്ല. ഇവരാണ് ഇപ്പോൾ ആദർശത്തിന്റെ വക്താക്കള്. ഇവരാണ് അന്ധവിശ്വാസങ്ങൾക്കെതിരെ തിരിയുന്നത്. സ്വാഭാവികമായി കുട്ടികൾ ഇറക്കിയ നോട്ടീസ് തന്നായിരുന്നു അറിവ് സമാധാനത്തിന്. അല്ലാഹു പറഞ്ഞതാ, അലാ ബിദിക്രില്ല തത്മഇന്നുൽ ഖുലൂബ്. പടച്ചവനെ കുറിച്ച് അറിയേണ്ട വിധം അറിഞ്ഞു മനസ്സിലാക്കി ഓർത്തോളൂ, എന്നാൽ മനസ്സമാധാനം ഉണ്ടാകും. ഞങ്ങളും കരുതി ആ നോട്ടീസിന്റെ പേരിൽ നടക്കുന്ന സമ്മേളനത്തോടുകൂടി എല്ലാ അന്ധവിശ്വാസങ്ങളും എടുത്തു കളയുമെന്നും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുമെന്നും നവോത്ഥാന പ്രസ്ഥാനം തന്നെയായി നിലനിൽക്കുമെന്നും ഞങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി. പക്ഷേ സമ്മേളനം കഴിഞ്ഞു, ജനക്കൂട്ടം പിരിഞ്ഞുപോയി. കേൾക്കുന്ന കേൾവി എന്താ, കാണുന്ന കാഴ്ച എന്താ?
ആ സമ്മേളന നഗരിയിലുമുണ്ട്. എല്ലാ സമ്മേളന നഗരിയിലും മെഡിക്കൽ സെന്റർ പ്രവർത്തിക്കാറുണ്ട്. എന്തെങ്കിലും അത്യാവശ്യമുണ്ടായാൽ കാര്യങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ. എന്നാൽ ഈ സമ്മേളന നഗരിയിൽ മെഡിക്കൽ സെന്ററിനേക്കാൾ പ്രാധാന്യം കൗൺസിലിംഗ് സെന്ററിനാണ്. ഈ ആളുകളുടെ കൂട്ടത്തിൽ കൗൺസിലിംഗ് നടത്താൻ ഇറങ്ങിയിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഒരു 8ാം ക്ലാസ് പാസ്സായാൽ നമുക്ക് അനുവദിച്ചു കൊടുക്കരുത്. കൗൺസിലിംഗ് എന്ന പദത്തിന്റെ ഇംഗ്ലീഷിലുള്ള പദത്തിന്റെ സ്പെല്ലിംഗ് പോലും അറിയാത്തവർ കൗൺസിലർമാരായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറുവാടിക്ക് ഉപയോഗം കിട്ടുന്നത്. അങ്ങനെയുള്ള ഒരു കൗൺസിലർ തങ്ങളുടെ സമ്മേളനത്തിൽ വന്ന വളണ്ടിയറായ ഒരു സഹോദരി തന്റെ മകൾക്കുള്ള പേടി, ഇടക്കിടക്ക് ഇങ്ങനെ പേടിയാണ്, അത് എന്ത് രോഗമാണെന്നറിയാൻ, വല്ല മാനസിക അസ്വാസ്ഥ്യവുമാണ് എന്നറിയാൻ കൗൺസിലർ സമീപിച്ചു, കൗൺസിലിംഗ് സെന്ററിൽ സമീപിച്ചു. എന്താ മറുപടി? ഇത് നിങ്ങളുടെ കുട്ടിക്ക് കണ്ണേറ് തട്ടിയതാ. വളണ്ടിയറെ ബാഡ്ജൊക്കെ കുത്തി വരുന്ന ഒരു സഹോദരിയോട് ഇത് പറയുമ്പോൾ ശങ്കിക്കേണ്ടതുമില്ല. കാരണം അവനവന് വേണ്ടപ്പെട്ട ആളുകൾ തന്നെയാണല്ലോ. നിങ്ങളുടെ കുട്ടിക്ക് കണ്ണേറ് തട്ടിയതാ, പരിഹാരം പറഞ്ഞു കൊടുത്തു. അവർ വീട്ടിൽ പോയി വീട്ടുകാരോട്